ഏവർക്കും ചിൽഡ്രൻസ് ഹെൽപ്പ് ഡെസ്കിലേക്ക് സ്വാഗതം. ലഹരി വിരുദ്ധ നവകേരളം എന്ന വിഷയത്തെക്കുറിച്ച് ഒരു കൊച്ചു പ്രസംഗമാണ് ഇന്ന്. ബഹുമാനപ്പെട്ട അധ്യാപകരെ, എൻ്റെ പ്രിയ കൂട്ടുകാരെ, ഏവർക്കും നമസ്കാരം. നമുക്ക് ഏവർക്കും അറിയാവുന്നതുപോലെ മയക്കുമരുന്നിന്റെയും ലഹരിയുടെയും കറുത്ത നിഴലുകൾ നമ്മുടെ നാടിനെ വരിഞ്ഞു മുറുക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. ഈ വിപത്തിനെതിരെ ശബ്ദമുയർത്തേണ്ടത് ഓരോ മലയാളിയുടെയും കടമയാണെന്ന ഓർമ്മപ്പെടുത്തലോടെ ലഹരി വിരുദ്ധ നവകേരളം എന്ന വിഷയത്തെക്കുറിച്ച് ചില കാര്യങ്ങൾ പങ്കുവയ്ക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. കേരളം ഇന്ന് നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി ലഹരിയുടെ വർദ്ധിച്ചു വരുന്ന ഉപയോഗമാണ്. നമ്മുടെ കലാലയങ്ങളും വിദ്യാലയങ്ങളും കേന്ദ്രീകരിച്ച് ലഹരി മാഫിയകൾ വല വിരിച്ചിരിക്കുകയാണ്. ഒരു നേരത്തെ കൗതുകത്തിനോ അല്ലെങ്കിൽ സുഹൃത്തുക്കളുടെ നിർബന്ധത്തിന് വഴങ്ങിയോ തുടങ്ങുന്ന ശീലങ്ങൾ പിന്നീട് ഒരു തലമുറയുടെ തന്നെ സർവനാശത്തിന് കാരണമാകുന്നു. ലഹരി പദാർത്ഥങ്ങൾ ഒരു വ്യക്തിയുടെ ശാരീരികവും മാനസികവുമായ ആരോഗ്യത്തെ തകർക്കുക മാത്രമല്ല, ഒരു കുടുംബത്തെയാകെ കണ്ണീരിലാഴ്ത്തുകയും ചെയ്യുന്നു. കുറ്റകൃത്യങ്ങൾ വർദ്ധിക്കുന്നതിനും സാമൂഹിക സുരക്ഷ തകരുന്നതിനും ലഹരി ഒരു പ്രധാന കാരണമാണ്. ഒരു നവകേരളം എന്നാൽ അത് കേവലം കെട്ടിടങ്ങളോ റോഡുകളോ ഉള്ള നാടല്ല, മറിച്ച് ലഹരിയുടെ വിപത്തില്ലാത്ത ആരോഗ്യവും വിവേകവുമുള്ള ഒരു യുവതലമുറയുള്ള നാടാണ്. ഇതിനായി നോ എന്ന് പറയാൻ ശീലിക്കുക. ലഹരി വസ്തുക്കൾ ആര് വാഗ്ദാനം ചെയ്താലും അത് നിരസിക്കാനുള്ള ആർജവം നമ്മൾ കാണിക്കണം. ജാഗ്രത പുലർത്തുക. നമ്മുടെ കൂട്ടുകാർക്കിടയിൽ ആരെങ്കിലും ലഹരിയുടെ വഴിയിലേക്ക് പോകുന്നുണ്ടെങ്കിൽ അവരെ തിരുത്താനോ അധികൃതരെ അറിയിക്കാനോ മടിക്കരുത്. സർഗാത്മകത വളർത്തുക. വായന, കായികം, കലകൾ എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിലൂടെ ലഹരിയോടുള്ള താല്പര്യം കുറയ്ക്കാൻ നമുക്ക് സാധിക്കും. ലഹരി വിമുക്ത കേരളം എന്നത് ഒരു സർക്കാർ പദ്ധതിയല്ല, മറിച്ച് അതൊരു ജനകീയ പോരാട്ടമാകണം. ഓരോ വീടുകളും വിദ്യാലയങ്ങളും ഈ പോരാട്ടത്തിന്റെ കേന്ദ്രങ്ങളാകണം. ലഹരി വേണ്ട, ജീവിതം മതി എന്ന മുദ്രാവാക്യം നമ്മുടെ ഹൃദയങ്ങളിൽ പ്രതിധ്വനിക്കട്ടെ. വരും തലമുറയ്ക്ക് ശുദ്ധവായുവും നല്ല ചിന്തകളുമുള്ള ഒരു നവകേരളത്തെ നമുക്ക് സമ്മാനിക്കാം. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നന്ദി, നമസ്കാരം.